ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്യൂ ഡേറ്റ് ആയിട്ട് നമുക്ക് പെയിൻ വന്നില്ല, പെയിൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് പെയിൻ എങ്ങനെ വരുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്. എല്ലാവർക്കും നാച്ചുറലായിട്ട് പെയിൻ വന്ന് ഡെലിവറി നടക്കാനായിട്ടാണ് ആഗ്രഹം. നമുക്ക് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടും പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നോർമലായിട്ട് ഡെലിവറി പെയിൻ ആയിട്ട് ഡെലിവറി നടക്കാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെലിവറി ഡേറ്റ് ആയിട്ടും പെയിൻ വരുന്ന ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വീക്കിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വ്യക്തമാവാതെ പോവും. അപ്പോൾ നമ്മൾ വീഡിയോയിലെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും 39ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഡെലിവറി ഡ്യൂ ഡേറ്റ് ആയിട്ടും നമ്മുടെ പെയിൻ വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പെയിൻ വരുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഗർഭകാലത്ത് നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ നിങ്ങളിലും കുഞ്ഞിനും ഒരുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും, നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. അത് നമ്മുടെ ഹോർമോണിൻ്റെ വേരിയേഷൻസ് കൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നടക്കുകയും എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിൾ, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ബാക്ക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ 30 ആഴ്ചയ്ക്ക് ശേഷം മിക്ക ഗർഭിണികൾക്കും എപ്പോഴും കിടക്കണം അങ്ങനെയുള്ള ടെൻഡൻസി, ക്ഷീണം അങ്ങനെയുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുകയും കറക്റ്റായിട്ട് നടക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ആ ടെൻഡൻസി ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പ്രഗ്നൻസിയിൽ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നടക്കുകയും എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നല്ല വഴിയാണ് പെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ബെഡ് റെസ്റ്റ്, ഡോക്ടർ വേറെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ കഴിക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വഴികളെല്ലാം നിങ്ങൾക്ക് കോൺട്രാക്ഷൻസ് ആരംഭിച്ച ലേബർ പെയിൻ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം 39 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ കഴിക്കാവൂ. ഒന്നാമതായിട്ട് കഴിക്കേണ്ടതാണ് പച്ചപ്പപ്പായ. പച്ചപ്പപ്പായ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, കറി വെച്ചോ ഉപ്പിലിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിൽ ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ലാറ്റക്സ് ആണ് നമുക്ക് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കഴിക്കേണ്ടതാണ് പൈനാപ്പിൾ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. ഇത് സെർവിക്കൽ ഡയലേഷൻ നടക്കാനും അതുവഴി ലേബർ പെയിൻ സ്റ്റാർട്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം നമുക്ക് സെർവിക്കൽ ഡയലേഷൻ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുന്നതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക. അടുത്തതായിട്ട് കഴിക്കേണ്ടതാണ് ഡേറ്റ് ഫ്രൂട്ട് അഥവാ ഈന്തപ്പഴം. ഇത് വേഗത്തിൽ സർവിക്കൽ ഡയലേറ്റഡ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ വലിയ അളവിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർ ഇത് പാടെ തന്നെ ഒഴിവാക്കുക. ഇത് നമ്മുടെ സർവിക്സ് സോഫ്റ്റ് ആവാനും അതുവഴി ഡയലേറ്റഡ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളെ സ്വാധീനിക്കുകയും ഡയലേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് കഴിക്കേണ്ടത് ഒരു ദിവസം 6 ഡേറ്റ്സ് വെച്ച് നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന് 4 ആഴ്ചയ്ക്ക് മുൻപാണ് ഇത് കഴിക്കേണ്ടത്. നമുക്ക് വേറെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നടക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരു 9 മാസം സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ രാവിലെയും വൈകിട്ടും ഒരു ഹാഫ് അവർ നമ്മുടെ കൈ വീശി നടക്കുക. നടക്കുന്നത് വഴി കുഞ്ഞിൻ്റെ ഹെഡ് പെൽവിസിലേക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയും ഈ പ്രഷർ യൂട്രസിൽ കൺട്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട്, ഡയലേഷൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വഴിയാണ് കസേരയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക എഴുന്നേൽക്കുക അങ്ങനെ ചെയ്യുന്നത്. അതായത് സ്ക്വാട്ടിംഗ് എന്നാണ് ഈ എക്സസൈസിനെ പറയുന്നത്. ഇതും കുഞ്ഞിൻ്റെ ഹെഡ് സർവിക്സിൽ പ്രഷർ ചെലുത്തി കൺട്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്.
അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും നമുക്ക് ഇങ്ങനെ പെയിൻ നാച്ചുറലായിട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വഴിയാണ്. നമ്മളിങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ആവുകയും അതുവഴി കൺട്രാക്ഷൻസ് നാച്ചുറലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ നമ്മളോട് ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മാസങ്ങളിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നവരാണെങ്കിൽ നമ്മൾ ഈ ബന്ധപ്പെടുന്നത് പാടെ തന്നെ ഒഴിവാക്കുക. കാരണം അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമുക്ക് വേദനയുടെ ലക്ഷണങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ വേദന ഒന്നും കാണുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ വഴി നമുക്ക് നാച്ചുറലായിട്ട് പെയിൻ വന്ന ലേബർ വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സുകൾ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.